മിച്ചഭൂമി കേസിൽ അകപ്പെട്ട് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടിയാണ് ഞാനത് ചെയ്യും തോന്നുന്നുണ്ടോ? എനിക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു ആക്ഷേപം കൂടി വരുന്നുണ്ടെന്ന് ഈ വിജിലൻസ് ഇനീഷ്യേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കേൾക്കുന്നത്. ഈ വിജിലൻസ് ഇനീഷ്യേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കേൾക്കുന്നത്. 21 ഇല്ല, എനിക്കറിയില്ല. അങ്ങനെ മിച്ചഭൂമി കേസ് ഈ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ളതായിട്ട് ഞാൻ ഒരു സമയത്ത് ഒരിടത്തും കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഒഫീഷ്യലായിട്ട് കേൾക്കണ്ടേ? ഞാൻ കാണിച്ചിരിക്കുന്നതല്ല. അതായത് ഇതിനൊരു എസ്റ്റാബ്ലിഷ്ഡ് ലോ പ്രൊസീജിയർ ഉണ്ട്. ഒരു റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂറുടെ സർട്ടിഫിക്കറ്റ് വെക്കണം. ആ വാല്യൂറുടെ സർട്ടിഫിക്കറ്റ് പ്രകാരം 75 ലക്ഷം രൂപ കെട്ടിടത്തിന് വില കാണിച്ചത്. ആ വാല്യൂർ അത് വാല്യൂ ചെയ്യുന്നതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ പ്രകാരം അവർ വാല്യൂ ചെയ്തിട്ടുണ്ട്. ആ ക്രൈറ്റീരിയ പ്രകാരം വാല്യൂ ചെയ്തപ്പോഴാണ് 75 ലക്ഷം വന്നത്. മേ ബി 4,000 പോകാം. ആ അല്ല, അതിന് ഞാൻ പറഞ്ഞില്ല, അതിനൊരു CPWD റേറ്റ് ഉണ്ട്. സെൻട്രൽ PWD അംഗീകരിച്ച റേറ്റ് ഉണ്ട്. എത്ര സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ഷൻ ഇൻറ്റു ഇത്ര രൂപ, അങ്ങനെയാണ് അവരെ ജനറേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ആർക്കും തോന്നുമ്പോൾ എഴുതാൻ പറ്റത്തില്ല. അങ്ങനെ എഴുതി അവരൊരു അപ്രൂവ്ഡ് വാല്യൂറാണ്. അപ്രൂവ്ഡ് വാല്യൂർ തന്നൊരു വാല്യൂവേഷൻ നമ്മൾ വെക്കുകയല്ലാണ്ട് ഞാനിപ്പോൾ പോകുമ്പോൾ ഇതിന് വാല്യൂ കൂടുതലുണ്ടെന്ന് പറയേണ്ടത്. എനിക്ക് വേണമെങ്കിൽ ഞാൻ സ്ഥലത്തിന് വാല്യൂ കൂടുതലാണല്ലോ വെച്ചത്, ഫെയർ വാല്യൂവിനെയൊക്കെ കൂട്ടിയല്ലേ വെച്ചത്. അങ്ങനെയാണ് പിന്നെ എനിക്കത് കെട്ടിടത്തിൽ കാണിച്ചാൽ പോലെ. കെട്ടിടത്തിൽ ആ പൈസ കാണിച്ചാൽ പോലെ. ഞാൻ എന്താണ് ഇത്ര സ്റ്റാമ്പ് വാല്യൂ അടക്കമാണല്ലോ. വാട്ട് ഡിഫറൻസ് ഇറ്റ് മേക്സ്? അതൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇപ്പോൾ അവർ കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഗോ ടു ദ വാല്യൂവർ. വാല്യൂവറാണ് ഉത്തരം പറയേണ്ടത്. ഞാൻ വാല്യൂവറെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, അവരോട് വില കുറച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇനി 1.5 കോടി രൂപ വില പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ പൈസ വെച്ചുള്ള രജിസ്ട്രേഷൻ നടത്തുമായിരുന്നു. നോ ഡൗട്ട്. ഞാൻ സ്ഥലത്തിന് ഇല്ല ഫെയർ വാല്യൂവിനൊക്കെ കൂടുതൽ വില കൂട്ടി കാണിക്കുന്നത് എന്ത് കാണിക്കാൻ? ഞാൻ കൊടുത്ത വില വൈറ്റായിട്ട് കൊടുത്തോണ്ടല്ലേ അതെനിക്ക് കെട്ടിടത്തെ കാണിക്കുന്നത് എന്ത് തടസ്സമുള്ളത്? ഞാൻ പറയണ്ടേ, തപ്പിയിട്ടൊന്നും കിട്ടാനില്ലെങ്കിൽ കിട്ടിയത് എന്നുള്ള പോലെ പറയുന്നത് ശരിയല്ല. അത് ശരിയല്ലേ? ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയണം. ഒന്നും കിട്ടാനില്ല. ആക്ച്വലി എന്തൊക്കെയായിരുന്നു വിജിലൻസ് കേസ് വരുന്നതിന് മുമ്പുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും? ആദ്യം വന്ന റിപ്പോർട്ടും വാർത്തകളൊന്നും ഓർമ്മയില്ല. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു, KMNPൻ്റെ പണം വെളുപ്പിക്കല, കള്ളപ്പണം വരവാണ് വെളുപ്പിക്കലാണ്. പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു? കുടുംബ വീട് ഇരിക്കുന്നിടത്ത് പുറമ്പോക്കാൻ അധികൃത ഭൂമിയുണ്ട് ഇല്ലേ? ഒരാളെന്ന് അന്ന് അങ്ങനെയല്ലായിരുന്നു വാർത്ത. അവിടെ പുറമ്പോക്ക് പിടിക്കാൻ വരുന്നു പറഞ്ഞ് വന്നില്ലേ? പിന്നെ ചിന്നക്കനാൽ ഭൂമി ബിനാമികളാണ് അല്ലേ? ബിനാമികളാണെന്ന് വാർത്ത വന്നില്ലേ? ആക്ഷേപം വന്നില്ലേ? ആരോടും ബിനാമികളാണെന്ന് പറഞ്ഞു. പിന്നെ പണം കൊടുത്തതിൽ കൃത്രിമത്വം ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാം എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയി, ഞാൻ തന്നെ കൊടുത്ത പൈസയാണെന്ന് പറഞ്ഞു. ദെയർ ഈസ് ഓൾ ദീസ് തിങ്സ്. എവിടെയാണ് ഇതെല്ലാം? അവസാനം വന്നപ്പോൾ അധിക ഭൂമി കൈവശം ഉണ്ടെന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ വന്നേക്കണം. അതിനുള്ള പൈസ കൊടുത്തിരുന്നു. ഓൾറെഡി രജിസ്ട്രേഷൻ നടത്തിയില്ല എന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ വാങ്ങി എൻ്റെ ഭൂമിയാണെന്നും ഞാൻ ഔദ്യോഗികമായിട്ട് രേഖയിലാക്കിയില്ല എന്നുണ്ടായിരുന്നുള്ളൂ. സോ നാച്ചുറലി ഐ ഡിക്ലെയർഡ് ഇറ്റ്. അത് ഒരു സത്യസന്ധമായിട്ട് ചെയ്തതാണ് തെറ്റായിരുന്നു. ഞാൻ പറഞ്ഞു അത് മറച്ചു വയ്ക്കാതെ അത് ഞാനത് പലയാവർത്തി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞു, നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റ് കോസ്റ്റാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ ഇനിയും ഞാൻ ഈ പറഞ്ഞ വാല്യൂയിലേക്ക് അത് എത്താൻ വേണ്ടി ഇപ്പം ഞാനന്ന് കാണിച്ചപ്പോൾ 7 കോടി വാല്യൂയിലേക്ക് എത്താൻ വേണ്ടി ഇനിയും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബാക്കി വരുന്നു. ബട്ട് ഐ ഹാവ് ഇൻ മൈ ബാക്ക് ഓഫ് ദ മൈൻഡ് ദിസ് മച്ച് വി ഇൻറ്റൻഡ് ടു ഡു. സോ നാച്ചുറലി ദാറ്റ് പ്രോപ്പർട്ടി വിൽ ബി ഓഫ് ദാറ്റ് വാല്യൂ. അത് ചെയ്ത് കഴിയുമ്പോൾ ആ വാല്യൂയിലേക്ക് വരുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ ആ പ്രോപ്പർട്ടിക്ക് 7 crores ഒരു പ്രോജക്റ്റായിട്ടാണ് ഇത് കൺസീവ് ചെയ്തത്. 7 crores പ്രോജക്റ്റ്. ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് മുഴുവൻ ഫിനിഷ് ചെയ്യണം. അത് മുഴുവൻ ഇതിൽ തന്നെയല്ല നമ്മുടെ മെയിൻ ഇതിൻ്റെ മേജർ റിനോവേഷൻ ഉണ്ട്. അതിന് ലാൻഡ്സ്കേപ്പ് ആ റീറ്റൈനിങ് വാളിന് രൂപ എത്ര ആയെന്നും കൂട്ടാൻ പറ്റും. അപ്പോൾ ഇൻക്ലൂഡിങ് ഓൾ ദീസ് തിങ്സ്
ഇറ്റ് വിൽ ദ പ്രോജക്ട് കോസ്റ്റ് ഈസ് പ്രൊജക്റ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 7 crores ആണ്. അപ്പോൾ അതാണ് എൻ്റെ ബാക്ക് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നത്. ഹാഫ് ദ പ്രൈസ് ഐ മീൻ 3.5 ഐ ഡിക്ലെയർ. അല്ല, നോ മാർക്കറ്റ് വാല്യൂ മീൻസ് മാർക്കറ്റിൽ കിട്ടാവുന്ന വാല്യൂ. ഇഫ് ഐ സെൽ ഇറ്റ് മൈ പ്രോഡക്റ്റ്, ഞാൻ പറയാം ഇപ്പം ഞാൻ സെല് ചെയ്യുന്ന എൻ്റെ കാറിന് ഞാൻ ഇത്ര വില കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതിനകത്ത് ഇവിടെ സ്ക്രാപ്പ് വിലക്ക് എടുക്കാൻ പറ്റുമോ? നോ, യു കനോട്ട് സേ ദാറ്റ്. ഇപ്പം ഞാൻ വാല്യുവേഷൻ അങ്ങനെ തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കും. നിങ്ങളുടെ കാറ് നിങ്ങൾ വിൽക്കാനിടുന്നൊരു വില ഉണ്ടാവും. നിങ്ങൾ അതേസമയം അത് ഒരു വാല്യുവേഷൻ കൊടുത്തു നോക്കി എത്ര വില പറയുന്നുള്ളൂ. അത്രയും വില പറഞ്ഞോന്നില്ല. Does that mean that your car doesn't carry the value? No. 50%. ഞാൻ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അതിന് അത്ര കാണുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഉണ്ടാവില്ല. ദാറ്റ് വേരീസ്. ചിലത് കൂടുതൽ കാണും, ചിലപ്പോൾ ചിലത് കൂടുതൽ കാണും. എനിത്തിങ് മോർ? അപ്പോൾ ലാസ്റ്റ് റിക്വസ്റ്റ് നിങ്ങളെ ഞാൻ പറഞ്ഞു, വേറെ ഒന്നുമില്ല, നിങ്ങൾ ഫെയറായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രതീക്ഷിക്കും. അതല്ലേ ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞതല്ല എവിടെ നിങ്ങളെല്ലാം ഇനി എനിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ട്സ് പോലും വിജിലൻസ് പരിശോധിച്ചു. അത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ ബാങ്ക് അക്കൗണ്ട്സ് പോലും വിജിലൻസ് പരിശോധിച്ചു. ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എനിത്തിങ് ലെഫ്റ്റ്. ഇനി ഒന്നും ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ പരിശോധനയും നടത്തിയിട്ടുണ്ട്. അതൊക്കെ ചോദിക്കുന്നു. വിജിലൻസ് എന്നൊക്കെ ഒന്നുണ്ടല്ലോ, അതൊക്കെ പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ? യു ജസ്റ്റ് എൻക്വയർ. അതുമൊക്കെ കൊടുക്കണ്ടേ? ഫൈനലി ഇപ്പം ഇതിൻ്റെ അധിക ഭൂമി കൈവശം ഉണ്ടെന്നുള്ളതല്ലേ അല്ലേ? ഞാൻ റിപ്പോർട്ട് കണ്ടില്ല, അതുകൊണ്ട് കണ്ടാരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് അറിഞ്ഞിരിക്കാനുള്ളതെന്ന് ചോദിച്ചിട്ടുള്ളൂ.